ബ്രോ, യെസ് ബ്രോ പറയാം. നമ്മളന്നൊരു ട്രാവൽ ചെയ്തില്ല ട്രെയിനിൽ. നമ്മൾ എന്നിട്ടൊരു സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങാൻ പോയി രാത്രി. ഓ ഓ ഓ ആ നമ്മളൊന്ന് ഡൽഹിയിൽ പോയത് ഓർക്കണ്ടോ? ഉണ്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫാമിലി ആയിട്ട് നമ്മൾ പരിചയപ്പെട്ടപ്പോൾ ആ ആ ഫാമിലി നമ്മുടെ അടുത്ത് പറഞ്ഞു, ആ ഈ സ്റ്റേഷനിൽ ഇറങ്ങരുത് കേട്ടോ മക്കളെ എന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? ഓ ഓ ഉണ്ട് ഉണ്ട് കാരണം വെച്ചാൽ അവരുടെ അടുത്ത സ്റ്റേഷനിലാണ് അവരുടെ ഇറങ്ങേണ്ട, അവരുടെ വീട് അവിടെയായിരുന്നു. ഓ അത് നമ്മൾ മറ്റേ ഡൽഹിക്ക് കൊങ്കൺ വഴി പോയ അത് തന്നെ അതെ. ആ വഴിയിൽ പോയത്. അതൊരു വിജനമായ സ്റ്റേഷൻ ആയിരുന്നു. പക്ഷെ നമ്മൾ നല്ല രസം കൊണ്ട് രാത്രി ഭയങ്കര ഭംഗിയായിരുന്നു. അന്ന് നല്ലൊരു നിലാവൊക്കെ ഉള്ള ഒരു ലൊക്കേഷൻ. അത് ട്രെയിൻ പിടിച്ചിടുകയും ചെയ്തു. കുറച്ചധികം ടൈം നിന്നപ്പോൾ ഇറങ്ങാൻ പോയപ്പോഴാണ് ഫാമിലി തടസ്സപ്പെട്ടു. ആരും അവിടെ ഇറങ്ങിയില്ല. കാരണം നമ്മൾ മാത്രമാണ് ഇറങ്ങാൻ പോയത്. അതെ. അപ്പൊ അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞു, ഇവിടെ ഇറങ്ങരുത് മക്കളെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അനുസരിച്ചു. നമ്മളൊരു മുതിർന്ന ആൾക്കാർ പറയുമ്പോ ചെയ്യണമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സമയത്ത് നമ്മൾ എന്താന്ന് അറിയാൻ വേണ്ടി പോയ ഓർക്കുന്നുണ്ട്. ഉണ്ട്. ഓർമ്മയുണ്ട്. അത് എന്തുകൊണ്ടാന്നുള്ളത് അതിന്റെ ഒരു സൈഡ് ഒരു താഴ്വര കണ്ടു കഴിഞ്ഞാൽ വരണ്ടുണങ്ങിയ ഇതിനിപ്പുറത്ത് വേറൊരു സൈഡ്. അത് ബ്രോ, അവിടെ ഒരു കഥയുണ്ട് ആ റെയിൽവേ സ്റ്റേഷനിലെ ചുറ്റിപ്പറ്റി. അവിടെ ഒരു രാത്രിയാകുമ്പോൾ ഒരു നായ വന്നിരിക്കും അസമയത്ത്. ആ നായയെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ആരും പിന്നെ ഇറങ്ങൂല. പേടിയാണ്. ഈ നായയുടെ ഒറിജിനൽ നായയായിരുന്നു, പിന്നെ അത് മരിച്ചു പോയത്. അതിന്റെ ആത്മാവാണ് വന്നിരിക്കുന്നതെന്നാണ് ആളുകളുടെ വിശ്വാസം. അപ്പൊ നായയാണോ പ്രശ്നക്കാരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇതിന്റെ പിന്നിലേക്ക് നമുക്ക് പോവാം. അവിടെ ഒരു അമ്മയും മകനും ഈ നായക്കുട്ടിയായിട്ട് താമസിച്ചിരുന്നേ റെയിൽവേയുടെ അടുത്ത്. അമ്മയ്ക്ക് പ്രായമായി വന്നപ്പോഴത്തേക്ക് മകനെ ജോലിക്ക് വിട്ടു. ആ നാട്ടിൽ പ്രത്യേകിച്ച് കൃഷിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വരണ്ട മണ്ണ് പോലത്തെ സ്ഥലമാണ്. അതുകൊണ്ട് ഒരു മഴക്കാലത്ത് മാത്രം കൃഷി നടക്കും. അത് കഴിഞ്ഞ ഉടനെ ഇവരെല്ലാം ഓരോ ജോലിക്ക് പോകും. ഈ കൊച്ചിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇവൻ മെന്റലി ഇച്ചിരി മാനസികമായി അല്പ പ്രശ്നമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധി വളർച്ച കുറവ് ഉള്ളൊരു കുട്ടിയായിരുന്നു. അപ്പം ഇവന്റെ നാട്ടിൽ തന്നെ ഒരു പുള്ളിയാണ് ഇവനെ ജോലിക്ക് കൊണ്ടുപോയത്. ഒരു കടയിൽ പണിക്ക് കൊണ്ടുവന്ന് നിർത്തി. അവിടെ കട തുടയ്ക്കണം, ഹോട്ടൽ വൃത്തിയാക്കണം, അങ്ങനത്തെയൊക്കെ. പക്ഷെ ഇവന് കുടുംബത്തിന്റെ പ്രാരാബ്ദം ചെറുതിലേ തൊട്ട് അറിയുന്നവനായതുകൊണ്ട് ഇവൻ എന്ത് ചെയ്തു എന്നറിയോ? ഇവന് ഈ അമ്മ മാത്രമേ ഉള്ളൂ. അവിടെ ജോലി ചെയ്ത് നാട്ടിലേക്ക് അവിടുത്തെ ഈ ചേട്ടൻ വിളിക്കുമ്പം അമ്മയുടെ അടുത്ത് സംസാരിക്കും. ഭയങ്കര സ്വപ്നങ്ങളാണ് ഇവന്. നമുക്ക് ബുദ്ധി വളർച്ച ഇല്ല എന്ന് പറഞ്ഞാലും എനിക്ക് അവന്റെ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നി നമുക്കാണ് ബുദ്ധി വളർച്ച ഇല്ലാത്തത്. ഏറ്റവും സന്തോഷിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു കുട്ടിക്ക് ജോലി കൊടുക്കാനായിട്ട് കാണിച്ച ആ കടയോടമ്മയുടെ മനസ്സിനെയാണ് ഞാൻ നമിക്കുന്നത്. അങ്ങനെ ഇവര് വളരെ ഭംഗിയായിട്ട് പോയി. അങ്ങനെ 6-7 മാസം ആയപ്പോഴത്തേക്ക് ഇവന് നാട്ടിലേക്ക് പോകണം. നാട്ടിൽ തിരിച്ചു പോകേണ്ട സമയമായപ്പോൾ എന്ത് ചെയ്തെന്നാ ഇവന്റെ മറ്റേ കൊണ്ടുപോയ പുള്ളി പിന്നെയും 1 വർഷം കഴിഞ്ഞേ വരുവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവരെ നാട്ടിലേക്ക് ട്രെയിൻ കയറ്റി വിടാന്ന് പറഞ്ഞു. ഇവരുടെ വീട് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. അങ്ങനെ അവരുടെ വീട്ടിലേക്കുള്ള ഇതില് ട്രെയിനിൽ കയറ്റി വിടാനായിട്ടുള്ള പ്ലാനൊക്കെ ചെയ്ത് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് എല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ചു. അപ്പൊ ഇവന് വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമല്ലോ. ഇവന്റെ ആ മുതലാളിയുടെ അടുത്ത് പറഞ്ഞു, ഒരു സാരി വേണം അമ്മയ്ക്ക്. കാരണം അമ്മ പുതിയ സാരി ഉടുത്തിട്ടില്ല. കാരണം അത്രയും ഇല്ലായ്മയിലാണ് ആ കുടുംബം മുന്നോട്ട് പോയത്. എൻ്റെ അമ്മ ഉടുത്തിട്ടില്ല, ഒരു സാരി വേണം എന്ന് പറഞ്ഞു. ഒരു സാരി, അങ്ങനെ അമ്മയ്ക്കൊരു വാച്ച് വേണം. അവന്റെ ഫീലാണ്. അപ്പം ആലോചിച്ച് നോക്കിയേ, അവർക്കാണോ നമുക്കാണോ ബുദ്ധി വളർച്ച കുറവെന്ന്. അവൻ അതെല്ലാം വാങ്ങി കവറിലിട്ട് ഇങ്ങനെ നാട്ടിലേക്ക് പോകാൻ തയ്യാറായി. ഇവര് ട്രെയിനിൽ ഈ കൊച്ചിനെ കയറ്റിവിട്ട് ട്രെയിനിലുള്ള ഒരാളെടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഇതാണ്, ഒന്ന് സൂക്ഷിച്ചോണേ എന്ന് പറഞ്ഞു. അവനെന്ത് ചെയ്തു, ആ നാട്ടിലേക്ക് അയച്ചു. വിധിയുടെ ക്രൂരത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഇവന്റെ അമ്മ ഇവനെ വിളിക്കാനായിട്ട് റെയിൽവേ ട്രാക്ക് കടന്ന് വേണം വരാൻ. ആ സമയത്ത് അതിലെ സമയം തെറ്റി പാസ് ചെയ്തൊരു ട്രെയിൻ തട്ടി ഇവന്റെ അമ്മ മരിച്ചുപോയി. അങ്ങനെ ആ ഡെഡ് ബോഡി എടുത്ത് പോസ്റ്റ്മോർട്ടത്തിനും കാര്യങ്ങൾക്കൊക്കെ അയച്ചു. ഇവനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാനോ ഒന്നിനും പറ്റാത്തൊരു സാഹചര്യം. ഇവന് ആ നാട്ടിൽ വന്നു. ട്രെയിൻ ഇറങ്ങാൻ നേരം ഈ പട്ടിക്കുട്ടി ഓടി വന്ന് ഇവന്റെ അടുത്ത് ഇതായി കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടപ്പോഴത്തേക്കും ആ റെയിൽവേയിലുള്ളവർക്ക് ഇവനെ അറിയാം. സ്റ്റേഷനിലുള്ളവർ അവര് എന്ത് ചെയ്തെന്നാൽ ഇവനെ കൂട്ടി നേരെ
ഹോസ്പിറ്റലിലേക്ക് പോയി. അവൻ്റെ അമ്മയുടെ ബോഡി വെച്ചേക്കുന്നിടത്ത് ചെന്നു. അമ്മയുടെ ബോഡിയെല്ലാം കാണിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു. ഇവൻ അപ്പോഴും ഈ സാരി ഇങ്ങനെ അമ്മയ്ക്ക് കൊടുക്കണം, അമ്മ എഴുന്നേക്ക് എന്ന് പറഞ്ഞു വെച്ചിട്ട് ഭയങ്കര ബഹളമായിരുന്നു. കാരണം അവൻ്റെ ബുദ്ധിയിൽ മരണം ഉൾക്കൊള്ളാനുള്ള സെൻസ് ആ പയ്യനില്ല. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, ഈ അമ്മയെ എഴുന്നേൽപ്പിക്കാനൊക്കെ നോക്കി. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നാട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടുത്തെ ആൾക്കാരൊക്കെ കൂടി ചേർന്ന് തന്നെ ശവസംസ്കാരത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഈ അമ്മയെ ഈ സാരി പുതച്ചേക്കായിരുന്നു. ഇവൻ ഈ സാരി എന്ത് ചെയ്തെന്നാ അതിൽ നിന്ന് എടുത്തിട്ട് ഇവൻ അവൻ്റെ ദേഹത്തോടി പുതച്ചിട്ട് ഇവൻ ഇങ്ങനെ നടക്കുക. പിന്നെ ഇവനെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടുകാർ കാണുന്നതെന്ന് പറഞ്ഞാൽ അലഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പിന്നെ കാണുന്നത്. അതുവരെ അമ്മ ഉണ്ടായിരുന്നപ്പോൾ ഇവൻ അങ്ങനെ നടന്നിട്ടില്ല. കാരണം അമ്മ കാര്യങ്ങൾ നോക്കാനുണ്ട്. പക്ഷേ അമ്മയുടെ മരണത്തോടുകൂടി ഈ കുട്ടി തീർത്തും അനാഥനായി. ഈ ഒരു പട്ടി ഉണ്ടാവും, ഇവനും ഉണ്ടാകും. എപ്പോഴും ഈ സാരി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇവ കിടന്നുറങ്ങുള്ളൂ. അപ്പം എന്ത് ചെയ്തെന്ന് എല്ലാവരും കൂടി ഇവനെ പിടിച്ച് വേറെ എവിടെയൊക്കെ കൊണ്ടുപോകാൻ നോക്കി. പക്ഷെ ഇവൻ പോകൂല, ആ നാട് വിട്ടു പോകൂല. രാത്രിയാകുമ്പോൾ അവൻ്റെ അമ്മയെ സംസ്കരിച്ച സ്ഥലത്ത് പോയി കുറേ നേരം ഇരിക്കും. രാത്രി എവിടെ നിന്നൊക്കെ ഒരു മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട്, ഇവൻ്റെ അമ്മയ്ക്ക് ഇരുട്ട് പേടിയാണ്, ഭയങ്കര പേടിയാണ്. അപ്പം എന്ത് ചെയ്യുന്നു, ആ കല്ലറയുടെ അടുത്ത് പോയിട്ട് ഈ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് അമ്മ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. മഴയാണേലും വെയിലാണേലും ഇവൻ രാത്രി അവിടെ എത്തിയിരിക്കും, എന്ത് പ്രശ്നമുണ്ടല്ലോ. എന്നിട്ട് ഈ മെഴുകുതിരിയും കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഇവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു മെഴുകുതിരി ദിവസം വാങ്ങണം, അവിടെ കൊണ്ട് കത്തിച്ച് വെക്കണം. എന്തിനാണ്, അമ്മയ്ക്ക് വെളിച്ചം കിട്ടാൻ ഇങ്ങനെ ഇരുന്നു. കാലക്രമേണ ഇവൻ വൈകുന്നേരം ആകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിരിക്കും. കുറേ നേരം ചെന്നിരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നതുകൊണ്ടാണ് ഇവൻ ഈ മെഴുകുതിരി വാങ്ങുന്നത്. ഇവൻ ഈ മെഴുകുതിരി വാങ്ങും. പിന്നെ ഇവന് നല്ല ഭക്ഷണം കിട്ടിയാൽ പകുതി കഴിച്ചിട്ട് പകുതി ഇവൻ പൊതിഞ്ഞ് ആ കല്ലറയിൽ കൊണ്ടുവയ്ക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ അമ്മ അങ്ങനെയാണ്. പണിക്ക് പോകുന്നിടത്ത് നിന്ന് ആരെങ്കിലും നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചാൽ എന്ത് ചെയ്യുന്നു, ഇവർ മുഴുവൻ കഴിക്കില്ല, പകുതി മോന് വേണ്ടി വീട്ടിൽ കൊണ്ടുവരും. അപ്പം ആ ശീലം ഈ കുട്ടിയിലും ഉണ്ട്. ഇവൻ എന്ത് ചെയ്യുന്നു, ഇത് കൊണ്ട് ഈ കല്ലറയുടെ അടുത്ത് വെക്കും. അങ്ങനെ ഇവനും ഈ പട്ടിക്കുട്ടി അവിടുത്തെ സ്ഥിരം ആൾക്കാരാണ്, ഇങ്ങനെ വന്നിരുന്നു. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനെ ശ്രദ്ധിക്കാൻ ആരും ഇല്ലാതായി. കുറച്ചു കാലമൊക്കെ ആൾക്കാർ ഇത് ശ്രദ്ധിക്കും. പിന്നെ എല്ലാവരും അവരവരുടെ തിരക്കിലേക്ക് മാറിയല്ലോ. അങ്ങനെ ഇരുന്നപ്പോൾ ഈ പയ്യനും യാദൃശ്ചികമായ ഒരു ഗുഡ്സ് ട്രെയിനിൻ്റെ അടിയിൽപ്പെട്ട് ആ ട്രാക്കിൽ മരിക്കുക. ഇതിനകത്തൊരു രസം എന്താണെന്നറിയാം, അവൻ്റെ അമ്മ മരിച്ച അതേ ദിവസം അതേ ലൊക്കേഷനിൽ വേറൊരു ട്രെയിനിൽ ഈ പയ്യൻ തട്ടി അതേ ലൊക്കേഷനിൽ മരിച്ചു. അങ്ങനെ ആ കഥ തീർന്നു. ഈ നായ മാത്രമായി. ഈ നായ എന്ത് ചെയ്യുന്നു, ദിവസവും വൈകുന്നേരം ഈ കല്ലറയിൽ ചെന്ന് നോക്കും, ഈ മരിച്ചെടുത്ത് വന്ന് നോക്കും, കല്ലറയിൽ ചെന്ന് നോക്കും, മരിച്ചെടുത്ത് വന്ന് നോക്കും. പിന്നെ ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ രാത്രിയാകുമ്പോൾ ഈ റെയിൽവേ ട്രാക്കിൽ കൂടെ ഇവര് അമ്മയും മോനും നടന്നു വരുന്നൊരു സീനുണ്ട്. അത് അവിടെ എല്ലാവർക്കും അറിയാവുന്ന സീനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ സാരിയല്ല, സാരി എന്തോ ആയിക്കോട്ടെ, അവരിട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ അറ്റത്ത് ഇങ്ങനെ അതിൻ്റെ ആ ഞാത്തിൽ പിടിച്ചുകൊണ്ടാണ് ഈ മോൻ നടന്നു വരിക. രാത്രിയാകുമ്പോൾ ഒരു നിഴലിങ്ങനെ റെയിൽവേയിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്യുന്നതാണ് ട്രാക്കിൽ കൂടെ. ആ സമയത്ത് അതിലെ ആര് പോയാലും കണ്ട് പേടിക്കുകയും ഓടി മറിഞ്ഞ് വീണ് പല അപകടങ്ങളൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്യും. അങ്ങനെ വന്ന് ഈ പ്രശ്നം സീരിയസ് ആയപ്പോൾ രാത്രി, ഇത് വലിയ സ്റ്റേഷനൊന്നുമല്ല, ഇത് ഒരു 10 മണിയൊക്കെ കഴിയുമ്പോൾ ആ സ്റ്റേഷൻ പൂട്ടും. അങ്ങനത്തെ ഒരു സ്റ്റേഷനാണ്, ഒരു ഇട സ്റ്റേഷനാണ്. 2-3 എന്താ പറയാ, ലോക്കൽ പാസഞ്ചേഴ്സ് രാവിലെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളൊരു കുഞ്ഞു ചെറിയൊരു സ്റ്റേഷൻ അതെ. അപ്പം ഈ ചില അസമയങ്ങളിൽ റെയിൽവേ ലോക്കോ പൈലറ്റുമാരും കണ്ടിട്ടുണ്ട് ഈ മകന്റെ കൈയും പിടിച്ച് ഈ ട്രെയിനിന്റെ മുമ്പിൽ കൂടെ നടന്നു പോകുന്ന ഈ അമ്മയും മകനെയും. അത് കണ്ടു കഴിയുന്ന ആൾക്കാർ മിക്ക പേരും പിന്നെ എപ്പോഴേലൊക്കെ ട്രെയിൻ ആക്സിഡന്റിൽ തന്നെ അവിടെ മരണപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് അവരവിടെ ഇറങ്ങിയിരുന്നത് പറഞ്ഞത്. ഈ ചില ഇൻസിഡൻ്റ് ഉണ്ട് നമ്മളെ മാനസികമായി ഒത്തിരി വിഷമിപ്പിക്കും. കാരണം അത് കേട്ടപ്പോഴും ആ വിഷയം മനസ്സിലാക്കിയപ്പോഴും എനിക്കും അത് ഭയങ്കര വിഷമം തോന്നി. കാരണം ആ അമ്മയും മകനും തമ്മിലുള്ള ആ സ്നേഹവും
അവരുടെ ഡെപ്ത് ഒക്കെ കാണുമ്പോൾ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ മരിച്ചതാ. അതുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ കാണാൻ കഴിയും. അതും വലിയ വലിയ ആഗ്രഹങ്ങളല്ല, കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ. കുഞ്ഞു കാരണം അവൻ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് കിട്ടിയാൽ അതിന്റെ പകുതി അമ്മയ്ക്ക് കൊടുക്കണം. അതാണ് അവന്റെ ആഗ്രഹം. അവന്റെ അമ്മയ്ക്ക് സാരി വാങ്ങിച്ചു കൊടുക്കണം, ഒരു വാച്ച് കൊടുക്കണം. ഇതൊക്കെയാണ് പുള്ളിയുടെ ആഗ്രഹങ്ങൾ. പലപ്പോഴും ഞാൻ ഈ വിഷയം ഓർക്കാറുണ്ട്. ഓർക്കുമ്പോഴൊക്കെ എന്തോ മനസ്സിനൊരു ഭയങ്കര വിഷമം തോന്നും.